ഇന്ന് പൊടി ഇഡ്ഡലി എന്തായാലും 2 ദിവസമായി പൊടി ഇഡ്ഡലി കഴിച്ചിട്ട്. ഫുൾ ടൈം തീറ്റ തന്നെയാണ്. രാവിലെ തന്നെ കുട്ടപ്പനായിട്ട് നടക്കുക 2 മസാല ദോശ. എത്ര കിലോമീറ്റർ നടന്നു? അപ്പൊ 5 മസാല ദോശ. 10. സുജിത്തേട്ടനെ പോലെയും പോളേനെ പോലെയുള്ള ഒരുവിധ ആൾക്കാരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് കേട്ടോ. കാരണം നടക്കാൻ പോകുന്ന ആൾക്കാർ, ജോഗിങ് പോകുന്ന ആൾക്കാർ എല്ലാവരും കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് എത്തിച്ചേരുന്ന ഒരു ഹബ്ബ്. പിന്നെ ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞ കേട്ടോ, 2 നടക്കും 5 മസാല ദോശ കഴിക്കുന്നതൊക്കെ അവരൊക്കെ ലൈറ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ കണത്ത് കഴിക്കും. അപ്പം എവിടെയാ സ്ഥലം എന്നൊക്കെ പറഞ്ഞുതരാം, വാ. പാലക്കാട് വിക്ടോറിയ കോളേജ്, അതുപോലെ മേഴ്സി കോളേജ്, ഈ രണ്ടിടത്തുമുള്ള സോഷ്യൽ കിച്ചൺ നമ്മൾ ഇതിനു മുന്നേ പ്രേക്ഷകരിൽ എത്തിച്ചതാണ്. അപ്പോൾ സോഷ്യൽ കിച്ചൻ്റെ പുതിയ ഔട്ട്ലെറ്റിലാണ് നമ്മൾ വന്നേക്കുന്നത്. സ്ഥലം പാലക്കാടല്ല കേട്ടോ, കൊച്ചിയിലാണ്. ഒരു മാറ്റമില്ല. വലിയവടി 4, ചെറിയവടി 4 അല്ലേ? തെറ്റിക്കാൻ പാടില്ലല്ലോ അല്ലേ? പിന്നെ എപ്പോൾ സ്റ്റാർട്ട് ഇവിടെ? ഞങ്ങള് ഡിസംബർ 4 മാസമാവാറായി. നമ്മൾ ഐറ്റം സെയിം തന്നെ, കുറച്ച് മെനു കൂടുതലാണ് ഇവിടെ. കൂടുക ചെറിയ വ്യത്യാസം. ഞങ്ങൾക്ക് വരാം. പാലക്കാട് 3 ഔട്ട്ലെറ്റ്, കോയമ്പത്തൂർ ഔട്ട്ലെറ്റ്, 5ാമത്തെ ഔട്ട്ലെറ്റ് ആണ് ശങ്കറിന്റെ ഈ പ്രോപ്പർട്ടി കൊച്ചിയിൽ. കിച്ചണിൽ ക്യാപ്പ് മുഖ്യം ബിഗിലെ. അപ്പൊ കുറച്ച് ഐറ്റംസ് കൂടുതലുണ്ട് ഇവിടെ. ഇത് നമ്മുടെ ഉള്ളിവടയോ? ഇത് മധുർവട. ഇത് അവിടെ ഉണ്ടല്ലോ. ഉണ്ട്. ഇതവിടെ ഇല്ല. പാലപ്പൊക്കോട. ഇത് റവട. അപ്പൊ ഇവിടെ ടൈമിംഗ് കാര്യമൊക്കെ രാവിലെ സ്റ്റാർട്ടിങ് നമ്മൾ 6:30 തുടങ്ങും. 6:30 തുടങ്ങിയ രാത്രി 11 മണി വരെ കണ്ടിന്യൂസ് ആണ്. പിന്നെ നമ്മളിവിടെ ട്രൈ ചെയ്യാത്ത തട്ടേറ്റിലി ഉണ്ട്. അത് നോർമൽ ഇഡ്ഡലി അല്ലേ? അല്ല, ഇത് നമ്മള് സാബുദാനരി, അവില്, പച്ചരി അങ്ങനെ കൂട്ടി ഉണ്ടാക്കുന്നത്. അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അല്ലേ? പൊട്ടും അത് പെട്ടെന്ന്. വേറെ ഫ്ലേവർ അല്ലേ? ഫ്ലേവർ അല്ലല്ലോ. ഇല്ല, അവില് സാബുദാനരിയാണ് ആ ഒരു ഇത് വരുന്നത്. ഒരു പശപശപ്പ് വരുന്നുണ്ട്. പൊളിച്ചു. ഇതിന് സാമ്പാറൊന്നും വേണ്ട. സാമ്പാറും വേണ്ട, ആവശ്യമില്ല. പിന്നെ ബെസിബേളാബാത്ത്, കേർഡ് റൈസ്, ലെമൺ റൈസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു 11 മണി മുതൽ റൈസ് വെറൈറ്റീസ് സ്റ്റാർട്ട് ആവും. ഫ്രൈഡ് റൈസ് കോംബോ, നൂഡിൽസ് കോംബോ, അങ്ങനത്തെ ഐറ്റംസ്. സ്റ്റുഡൻസിനൊക്കെ ഒരു 109 കോംബോ ആണ്. ഇതിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാവും, ഗോബി 65 ഉണ്ടാവും, കേസരി ഉണ്ടാവും. പിന്നെ നമുക്ക് ദോശ ഐറ്റംസ് ഫുൾ ടൈം അവൈലബിൾ ആണ്. ദോശ ഇഡ്ഡലി എല്ലാം മോർണിംഗ് ടു ടിൽ ക്ലോസിംഗ് വരെ ഉണ്ടാവും. ഇത് കടവന്തറ, ജവഹർ നഗർ. ഇതിൽ സുഭാഷ് ചന്ദ്രബോസ് റോഡ് എന്ന് പറയുമ്പോൾ റോഡ്, അതിലാണ്. നമ്മളതപ്പോൾ ആ ഐറ്റമാണ് നീർദോശ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഈ നാളികേരും അരിയും കൂടിയിട്ട് നമ്മൾ പത്തിരിയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ പോലെ, പക്ഷേ ദോശ ടൈപ്പ് ആയിട്ടാണ്. വളരെ ലൈറ്റ് ഫുഡാണ് അത്. നിർദോശ ഇത് 59. അത് മാറ്റിയില്ല. 49, 39 കളിയില്ല. പക്ഷെ കൊച്ചി എക്സ്പെൻസീവ് ആണ്. കുറച്ച് കമ്പാരിറ്റീവ്ലി പാലക്കാട്, കോയമ്പത്തൂരൊക്കെ കൊച്ചി എക്സ്പെൻസീവ് ആണ്. ഇതെന്താ നമ്മളെ? ഇത് മസാല ദോശ, സാധാ മസാല ദോശ. ഇനി നമ്മൾക്ക് സ്പെഷ്യലായിട്ട് നമ്മളെ മെയ്ത്തി ദോശ ഉണ്ട്, ഉലുവ ഇട്ടുണ്ടാക്കുന്നത്. അതുപോലെ രാഗി ദോശ, മെയ്ത്തി ദോശ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇത് മെയ്ത്തി ദോശ പറയുന്നത്, ഉലുവ കൂട്ടി ഉണ്ടാക്കുന്നത്. അത് രാഗി ദോശ. ഉണ്ടാക്കുന്നതാണ് ഗാർലിക് ദോശ. നമ്മൾ തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന മസാല, ഗാർലിക് പേസ്റ്റ്. സംഗതി സെൽഫ് സർവീസാണ് കാര്യങ്ങൾ. നമുക്ക് വേണ്ട ഓരോ ഐറ്റങ്ങൾ. നമുക്കിവിടെ ഓൾറെഡി UP ഉപയോഗിച്ചോ കാർഡ് ഉപയോഗിച്ചോ ഇവിടെ പേയ്മെൻറ്റ് നടത്താം. ഇനി അല്ല, തൊട്ടപ്പുറത്ത് വേണേൽ കൗണ്ടറായിട്ട് വേണേൽ പറഞ്ഞാൽ ഓർഡർ എടുക്കാം. നേരെ ചെന്ന് അവിടെ പറഞ്ഞാൽ ബില്ല് കൊടുത്താൽ ഭക്ഷണം ആകുമ്പോൾ വിളിക്കും. അപ്പോൾ നമുക്ക് വാങ്ങുക. അത്യാവശ്യം ഒരു 10-100 ആക്കി ഇരിക്കാൻ പറ്റിയ വലിയ ഡൈനിങ് സ്പേസ് ആണ്.
ഞങ്ങൾ ചോദിച്ചാൽ എന്താ കഴിക്കാൻ വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു 2-3 ഐറ്റം അവിടെ കണ്ടത് ഞാൻ പറഞ്ഞു പെട്ടെന്ന്. പക്ഷെ ഇപ്പം ചോദിച്ചെങ്കിൽ പേരറിയില്ല. എനിക്കിപ്പോ ഈ നീർദോശ മാത്രം എനിക്ക് കണ്ടതല്ല. നീർദോശ ഇത് പൂരി, ഇത് മനസ്സിലായി. ഇത് തട്ടി ഇഡ്ഡലി, തട്ടില്ല, നേരത്തെ കഴിച്ചു. ഇത് ഗാർലിക് ദോശ, മേത്തി ദോശ, ഉലുവ ദോശ. ഉലുവ ദോശ. ഇത് രാഗി ദോശ. ഇത് ചൗചൗ ബാത്ത്. ചൗചൗ ബാത്ത്. കാരാബാത്തും കേസരി ബാത്തും കൂടിയിട്ട് മിക്സ് ആണോ? മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പൊ സ്വീറ്റ് ആയിരിക്കും ഇത്. ലൈറ്റ് സ്വീറ്റ്, അത് കുറച്ച് മിക്സ് ചെയ്ത് കഴിക്കാം. ചൗചൗ ബാത്ത് അല്ലേ? ചൗചൗ ബാത്ത്. അലിഞ്ഞു പോയി. നൈസ് ഫ്ലേവർ ആയിരിക്കും. ഇത് ഇത് ഷാവിക ബാത്ത്, അതായത് നമ്മള് സേമിയയുടെ ഒരു ഉപ്മാ ടൈപ്പ്. അതിൽ ക്യാപ്സിക്കം. ഇത് 59. എല്ലാം 59, 39. ക്വാണ്ടിറ്റി കുറവ് എടുത്തുള്ളൂ, നിങ്ങൾ കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇത് ബെസിബേള ബാത്ത്. ഓ, ഇതൊക്കെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട്. ബെസിബേള ബാത്ത്. ഇത് ദം വെജ് പുലാവ്. ഇതൊക്കെ ശരിക്കും നമ്മുടെ മാംഗ്ലൂർ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ്. വെജ് പുലാവ് ഓക്കെ. ഇതെന്താ ബെസിബേള ബാത്ത്? കൊള്ളാം, നൈസ്. ഇത് നമ്മള് കേടുവട. സോഷ്യലിറ്റിന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഞാൻ 2-3 ഇപ്പോൾ 3-ാം ഷൂട്ട് അല്ലേ? പാലക്കാട് 2 കട ചെയ്തു. ഇനി കോയമ്പത്തൂർ ചെയ്യാണ്ട് നമുക്ക്. കോയമ്പത്തൂർ പോകണം. അപ്പൊ എന്തായാലും തൽക്കാലം എല്ലാം കഴിച്ചിട്ട്, എല്ലാം കഴിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല, പറ്റുന്നത്ര കഴിച്ചിട്ട് ഞങ്ങൾ വിട്ടേക്കും. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതിലേക്കും വിട്ടേക്കാം. ഓക്കെ, ബൈ.